ബിഗ് ബോസ് മലയാളം സീസൺ 7 അനീഷിനെ പൊക്കി, അനീഷ് തീർന്നു, അനീഷ് ഇതോടെ അവസാനിച്ചു, അനീഷിന്റെ അധ്യായം ഇതോടെ അങ്ങ് തീർന്നു കിട്ടി. എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്. ഓരോ കമന്റുകളും ഓരോ വീഡിയോകളും ഒക്കെ ഇന്നത്തെ ദിവസം ഫുൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു, ലൈവ് ഇല്ലായിരുന്നല്ലോ. അപ്പൊ അതിലൊക്കെ എല്ലാവരും കുറെ പേര് ഇങ്ങനെ അനീഷിനെ ഇങ്ങനെ ലാലേട്ടൻ തകർത്ത് കളയുമെന്ന് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എപ്പിസോഡിൽ ഞാൻ അതൊന്നും കണ്ടില്ല കേട്ടോ. ഇവർ ഈ വലിച്ചു കീറി ഒട്ടിച്ചെന്നൊന്നും പറയുന്ന ഒരു സാധനവും കണ്ടില്ല. അത് പ്രോമോ ഇറക്കി നമ്മളെ ലൈറ്റായിട്ടൊന്ന് പറ്റിച്ചതാണ്. അനീഷിനോട് വളരെ കാഷ്വൽ ആയിട്ട് ലാലേട്ടൻ ചോദിച്ചു, എന്താണ് അനീഷ്, PR എന്താണെന്ന് അറിയില്ലേ? അപ്പൊ അനീഷ് പറഞ്ഞ ആഴത്തിൽ എനിക്ക് അതിനെപ്പറ്റി ഡീപ്പായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പൊ അനുമോളൊക്കെ ഈ ബിന്നിയോട് പറഞ്ഞ പോലെ 16 ലക്ഷം രൂപയുടെ ആ ഒരു കഥയും, പിന്നെ അഡ്വാൻസ് ഇപ്പൊ കൊടുത്തിട്ട് പിന്നീട് ബാക്കി ജയിച്ചു കഴിഞ്ഞിട്ടുള്ള വിന്നിങ് മോഡിൽ നിന്ന് ബാക്കി കൊടുക്കുന്ന അങ്ങനത്തെ കളികളെ പറ്റി അനീഷിനെ അറിയില്ലായിരുന്നു എന്നാണ് അനീഷ് പറഞ്ഞത്. അനീഷ് അവിടെ നിൽക്കട്ടെ, അനീഷിന്റെ കഥയൊക്കെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കില്ല. ലാലേട്ടൻ ആക്കുന്നൊക്കെ ഉണ്ട്, അതൊക്കെ ഓക്കെ. വലിയ പൊരിക്കലായിരിക്കും, റോസ്റ്റിംഗ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചുക്കും നടന്നിട്ടില്ല, അതാണ് സത്യം. ഓക്കെ, എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനെ ലാലേട്ടൻ നൈസായിട്ട് എക്സ്പോസ് ചെയ്ത് വിട്ടു. എങ്ങനെയുണ്ട് ആര്യൻ? PR ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു ലാലേട്ടാന്ന് ആര്യൻ ഉടനെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടൊരു ഉത്തരം കൊടുക്കുന്നു. അവിടെയാണ് ആര്യന്റെ കയ്യിൽ നിന്ന് പോയത്. ആര്യന്റെ ശരിക്കും കയ്യിൽ നിന്ന് പോയി കേട്ടോ. PR ഉണ്ട്. ഇതിന് ആര്യൻ അത് വെളുപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്റെ സോഷ്യൽ മീഡിയ ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ ആര്യന്റെ കളി പൊളിഞ്ഞു. ഇതാണ് സംഭവം. ലാലേട്ടൻ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ എല്ലാവരെയും പറ്റി അന്വേഷിക്കുന്നതാണ്, എല്ലാവർക്കും ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പെരിയാർ എല്ലാവർക്കും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ സാബുമാനോട് ചോദിക്കുന്നുണ്ട് എന്താണ് PR എന്ന് പറഞ്ഞൊരു ടീമാണ്. ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെ നിൽക്കണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ അവർ പഠിപ്പിച്ചു തരും. അപ്പോ സാബുമാൻ ഇതൊക്കെ എങ്ങനെ അറിയാന്നുള്ളതാണ് ലാലേട്ടന്റെ ചോദ്യം. അപ്പൊ സാബുമാനോട് എക്സ്പോസ്ഡ് ആയി. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. പ്രേക്ഷകർ അല്ലെങ്കിൽ ഈ അനീഷ് ഹേറ്റേഴ്സ് ആയിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടല്ലോ, അവരാണ് ഇന്ന് ഫുൾ ഇങ്ങനെ അനീഷിനെ ഇന്ന് തകർത്തു കളയും, തീർത്തു കളയും, അനീഷിന്റെ കഥ അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു ചുക്കും നടന്നിട്ടില്ല. പകരം ആര്യനും സാബുമാനും ഒക്കെയാണ് എക്സ്പോസ് ആയത്. കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.